നമുക്ക് ഇനി പോകേണ്ടത് കാസർഗോഡേക്കാണ്. വിളമ്പാനൊന്നുമില്ലേ എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇതാ ഞാൻ കുറേ വിഭവങ്ങൾ വിളമ്പാൻ പോവുകയാണ്. കാസർഗോഡ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഭവങ്ങൾ, കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ അറേബ്യൻ വിഭവങ്ങൾ. അൽഫാം, കുഴിമന്തിയൊക്കെ ഇഷ്ടപ്പെടാത്തവർ ഇന്ന് ആരും ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അതിൽ വെറൈറ്റി എന്തുണ്ട് എന്ന് ചോദിക്കുന്നവർ നിരവധി പേരാണ്. എന്നാൽ കടൽത്തീരത്തിരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഒരു അൽഫാം കഴിക്കുന്ന ഒരു ഫീൽ എങ്ങനെ ഉണ്ടാവും? ബേക്കലിൽ അറബിക്കടലിൻ്റെ തീരത്തിരുന്ന് അൽഫാമും ബ്രോസ്റ്റഡ് ചിക്കനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സ്പോട്ടിലേക്കാണ് നമ്മുടെ അരുൺ പാറക്കിൽ നമ്മൾ ഇനി കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നേരെ വെച്ച് പിടിക്കാം അങ്ങ് വടക്കോട്ട് കാസർഗോഡിലേക്ക്. എടാ ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് നല്ല വിശക്കുണ്ട്. 9 മണിയായി. നമുക്ക് എവിടെ പോവാ കഴിക്കാൻ? നല്ല വൈബിള് സ്ഥലമാണ്. നമുക്ക് എന്നാല് ബേക്കൽ പോയി നോക്കിയാലോ? അവിടെ എന്താണ്? ബെക്കാച്ചി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്, കടൽ തീരം എല്ലാം ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ പോയി നോക്കാം. പോയി നോക്കാം. അങ്ങനെ നമ്മൾ വിജീഷ് പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ബേക്കാച്ചി എന്നാണ് പേര്. ബേക്കാച്ചി എന്നാൽ കാസർഗോഡൻ ഭാഷയിൽ പഴംപൊരി എന്നാണ് അത്ര അർത്ഥം. എന്തായാലും നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നമ്മൾ നേരെ നടന്നു പോകുന്നത് കടൽ തീരത്തേക്കാണ്. ഇപ്പോൾ എനിക്ക് പുറകിൽ തന്നെ കാണാം ഒരു ഗുഹയുടെയൊക്കെ അന്തരീക്ഷമാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നല്ല മനോഹരമായ ആംബിയൻസ് ആട്ടോ. ചൈനീസ് അറേബ്യൻ ഫുഡുകൾക്കായി വെവ്വേറെ കൗണ്ടറുകളാണ് എന്താണ് ഇവിടുത്തെ പ്രത്യേകത. അതുമാത്രമല്ല ഇവിടെയൊക്കെ സെൽഫ് സർവീസാണ്. എന്തായാലും ഒരാൾക്ക് വന്നാൽ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഈ ഒരു തീരദേശ മേഖല സമ്മാനിക്കുന്നത്. തേരാ മേരാ ജീവൻ ഏതോ കാലക്കേടില്ലാണോ, ലോല വായും പോകാം ലോകം കാണാം തേകാം പക, നെട്ടി നടുവിൽ ചുറ്റി വഴിയും തെറ്റി മണിയെട്ടി, സിറ്റി നടുവിൽ ചുറ്റി വഴിയും തെറ്റി പണിയെട്ടി. അതിനാകരി പൊന്മാകി മുത്തായവാണ് ഇല്ലും സൂര്യനും ചന്ദ്രൻ ഇല്ലാം അറിവൽ കരിവാണ് എല്ലമ്പോൾ ഒരുക്ക നാളെ കരുക്കുവാണ് എല്ലപ്പാൻ എല്ലുമിനാണി എല്ലുമിനാട്ടി എന്നെ തരുവാണ് സർവർണ്ണമിനാട്ടി. ഹൈലി പൊട്ടൻഷ്യൽ കാണുന്നൊരു സംഭവമാണ് ഈ ലൊക്കേഷൻ. അതായത് ഫാമിലീസിന് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികൾ കളിക്കാനും നല്ലൊരു ഫ്യൂച്ചറിൽ നല്ലൊരു ഇത് കാണുന്നുണ്ട്, പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് ഈ സ്ഥലത്തിന്.
നല്ല നല്ല ഉഷാറാണ്, നല്ല രസമാണ്. നമ്മളിങ്ങനെ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വരും, ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ പിള്ളേരെ ഇങ്ങനെ വൈഫിനെല്ലാം കൂട്ടിയിട്ട് ഒരു രസമാണ്. ചേച്ചി ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആംബിയൻസ് അടിപൊളിയാണ്. അത് ഇവർക്ക് കാസർഗോഡ് ഒരു ഷോപ്പുണ്ട്, നമ്മൾ സ്ഥിരം പോകാറുള്ള സ്ഥലമാണ്. നല്ല മൊത്തത്തിൽ നല്ല വൈബാണ്. ഭക്ഷണം കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. ചേട്ടാ ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. നമ്മൾ ഈ കടൽ തീരത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകമായൊരു അനുഭൂതിയല്ലേ? അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് സൂര്യാസ്തമയമൊക്കെ കണ്ട് കടലിലെ തിരകളൊക്കെ എണ്ണി ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ മെയിൻലി ഫ്രൈഡ് ഐറ്റംസ് ആണ്. ഫ്രൈഡ് ചിക്കൻസ്, മോമോസ്, ബർഗർ, പിസ്സ, പിന്നെ ബാക്കി കൗണ്ടേഴ്സിലെല്ലാം അൽഫാമും കാര്യങ്ങളുണ്ടാവും. മെയിൻലി അറേബ്യൻ ചൈനീസ്, പിന്നെ ഒരു കൗണ്ടർ നാടൻ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസും ഉണ്ട്. നാടൻ ചിക്കൻ ഫ്രൈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളിപ്പോൾ BRDC ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ളൊരു ഔട്ട്ലെറ്റാണ്. ഞങ്ങൾ മെയിൻലി കാസർഗോഡ് 10 വർഷത്തിൽ കൂടുതലായി ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ തന്നെ. അവിടെയും നമ്മൾ നല്ലൊരു വൈബായിട്ടാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടെ ഉള്ളത്. ഇതൊരു ബീച്ച് സൈഡായിട്ട് ബീച്ച് കഫേ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നമ്മുടെ ബ്രാൻഡ് നെയിം തന്നെ ബാക്കാച്ചി എന്നാണ്. അതിൻ്റെ ഒരു ബീച്ച് കഫേ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇതുള്ളത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ നല്ല വൈബിൽ കടൽ തീരത്തിരുന്ന് പാട്ടൊക്കെ കേട്ട് കടൽ തിരമാലകളുടെ ശബ്ദമൊക്കെ കേട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് മുന്നിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ബേക്കാച്ചി സ്പെഷ്യൽ അൽഫാമുണ്ട്, പെരി പെരി അൽഫാമുണ്ട്, ബട്ടർ നാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. കാസർഗോഡ് ജില്ലയിലെ മറ്റ് ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. രജീഷ് കരിവള്ളൂരിനും വിജയ് ഷണങ്കൂരിനുമൊപ്പം അരുൺ പാറക്കൽ, 24.